എക്സാലോജിക് CMRL കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് ആശ്വാസമായ ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തുടർ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു കണക്കിന് ഇതൊരു ആശ്വാസമാണോ? SFIയുടെ അന്വേഷണം കൂടുതൽ കുരുക്കുമുറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതിൽ നിന്നാണ് ഒരു ആശ്വാസമായിരിക്കുന്നത്. ശരിക്കും ആശ്വാസം തന്നെയാണോ? തീർച്ചയായിട്ടും. വീണ കേരളത്തിലില്ല, കേരളം വിട്ടു എന്നൊക്കെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി കേരളം വിട്ടു നിൽക്കുകയാണ്, അറസ്റ്റ് വരെ ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിലൊക്കെ ആയിരുന്നു കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ കുറേ കാലം കൊണ്ട് നമ്മൾ പത്രപ്രവർത്തകർ അടക്കം ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശശിധരൻ കർത്തയിൽ നിന്ന് എന്തിനാണ് ആദ്യം 1,70,70,000 രൂപ വാങ്ങി ചെയ്യാത്ത സേവനത്തിന്, പിന്നെ അത് 2,70,00,000 അപ്പം മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് മകൾക്ക് ഈ പണം ശശിധരൻ കർത്ത നൽകിയത് എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. അപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കുന്നത്, എന്താവശ്യത്തിനാണ് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കുക എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ആ സമയത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. എന്തിനായിരുന്നു വാങ്ങിയതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇന്ന് വരെ അതിനൊരു മറുപടി പിണറായി വിജയൻ്റെ മകളോ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് SFIO കേസ് അന്വേഷിച്ചു. SFIയുടെ കുറ്റപത്രം പുറത്തു വന്നു. ആ കുറ്റപത്രത്തിലാണ് വീണ വിജയന് പ്രതി ചേർത്തതും 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ് അതിൽ ഉണ്ടായിരുന്നത് SFIയുടെ കുറ്റപത്രത്തിൽ. ആ കുറ്റപത്രം ED കോടതിയിലൂടെ വാങ്ങിയതിന് ശേഷം ഈ ധനകാര്യ വകുപ്പിന് കീഴിലാണ് SFIയും EDയും ഉള്ളത്. അപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങണം ഈ കേസ് തുടർ അന്വേഷണത്തിന്. അപ്പോൾ അതിനുള്ള ശ്രമത്തിലായിരുന്നു ED. അതിനിടയിലാണ് കോടതി ഒരു ഭാഗത്ത് നിൽക്കുന്ന സാക്ഷികളുടെ കാര്യം മാത്രം കേട്ടാൽ പോലെ രണ്ട് ഭാഗത്തുള്ളവരുടെയും കൃത്യമായ കാര്യങ്ങൾ കേൾക്കണം, അതിനുശേഷം മാത്രമേ ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തുടർ നടപടികൾ തൽക്കാലം സമൻസ് അയക്കുന്നത് ഉൾപ്പെടെയുള്ളത് കോടതി 2 മാസത്തേക്ക് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മകളെ സംബന്ധിച്ചും ഇതൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന, പാർട്ടിക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമത ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ. അപ്പോൾ ഇത്തരം ഒരു കേസിൽ പിണറായി വിജയൻ്റെ മകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആദ്യം കുത്തുന്നത് പുറത്തു നിന്നുള്ള BJPയോ കോൺഗ്രസോ ആയിരിക്കില്ല, പാർട്ടിക്കുള്ളിൽ നിന്നുള്ളവർ തന്നെയായിരിക്കും. അപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി പിണറായി മകളും കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെന്താകും ഇനി? കാരണം ഇത് EDയുടെ കയ്യിലിരിക്കുന്നതാണ്. ED കേന്ദ്ര ഏജൻസിയുടെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ്. ED ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു ആശങ്കകൾ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നായിരിക്കും. അത് ഒരു തരത്തിൽ നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ED അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ കോടതിയുടേതാണ് വന്നിരിക്കുന്നത്. കുറ്റപത്രത്തിൽ സമൻസ് അയക്കുന്നത് 2 മാസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ്. അതിൽ കോടതി പറയുന്നത് SFIO കുറ്റപത്രം പോലീസ് റിപ്പോർട്ടല്ല എന്നും അതിനെ പരാതിയായി മാത്രം കണക്കാക്കണമെന്നുമാണ് CMRL സമർപ്പിച്ച ഹർജി ആവശ്യപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ കോടതിക്ക് എതിർ കക്ഷിയെ കൂടി കേൾക്കേണ്ടി വരും. SFIO റിപ്പോർട്ടിലെ ഉള്ളടക്കമല്ല CMRL ചോദ്യം ചെയ്തത്, മറിച്ച് കുറ്റപത്രം പരാതിയായി മാത്രമേ കണക്കാക്കാവൂ എന്നാണ് ആവശ്യപ്പെട്ടത്. ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേസ് പുതിയ ഡിവിഷൻ ബെഞ്ചിലേക്കാണ് അയക്കാൻ തീരുമാനിച്ചത്. ജസ്റ്റിസ് CR രവിയുടെ അവധിക്കാല ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. കേന്ദ്ര സർക്കാർ വിശദമായ വാദം കേൾക്കാൻ സമയം തേടിയതോടെയാണ് 2 മാസത്തേക്ക് നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. വിചാരണ കോടതി തിങ്കളാഴ്ച സമൻസ് അയക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടും CMRL ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. പകർപ്പ് കിട്ടിയാൽ കുറ്റപത്രം ചോദ്യം ചെയ്ത് മേൽക്കോടതികളെ സമീപിക്കാനും സാധിക്കും. മാസപ്പടി കേസിലെ SFIO കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നു. പകർപ്പ് ആവശ്യപ്പെട്ട് എറണാകുളം അഡീഷണൽ കോടതിയിൽ ED നൽകിയ അപേക്ഷയിലാണ് നടപടി. മാസപ്പടി ഇടപാടിൽ ഇൻകം ടാക്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CMRLനും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ സ്ഥാപനത്തിനുമെതിരെ എൻഫോഴ്സ്മെന്റ് നേരത്തെ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു. SFIO കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിനൊപ്പമുള്ള മൊഴികൾക്കും രേഖകൾക്കുമായി ED മറ്റൊരു അപേക്ഷ കോടതിയിൽ നൽകുമെന്നാണ് വിവരം. 114 രേഖകൾ അടക്കം വിശദമായി പരിശോധിച്ചാണ് കമ്പനി കാര്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി VPM സുരേഷ് ബാബു കുറ്റപത്രത്തിൽ കേസെടുത്തത്. എല്ലാ പ്രതികൾക്കുമെതിരെ വിചാരണ നടത്താനുള്ള വിവരങ്ങൾ SFIO കുറ്റപത്രത്തിലുണ്ട് എന്നും SFIO കുറ്റപത്രം പോലീസ് കുറ്റപത്രത്തിന് സമാനമായി കണക്കാക്കുന്നുവെന്നും വിചാരണ കോടതിയിൽ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായി കേൾക്കാനുണ്ട്, വാദം കേൾക്കാനുണ്ട്. ആ വാദം കേട്ടതിന് ശേഷം മാത്രം കേസ് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള അവരുടെ ഒരു വാദത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2 മാസത്തേക്ക് ഇത് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ്. എന്തായാലും
ഈ ഒരു സമയത്ത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, മകളെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസകരം തന്നെയാണ്. നമുക്കറിയാലോ, കേന്ദ്ര സർക്കാർ അവരുടെ ആയുധമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് വലിയൊരു ആരോപണം നിൽക്കുമ്പോൾ കർക്കശമായ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതിനൊരു നിയന്ത്രണം വരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ഉപയോഗത്തിന് കോടതി വിട്ടുകൊടുക്കുന്നില്ല എന്നൊരു വാദം കൂടി ഈ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-ന് ഉന്നയിക്കാനുള്ള ഒരു ഇതുണ്ട്. നീതി ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുകയാണ്, ഇതാ കണ്ടില്ലേ കോടതി ഇടപെടുന്നു, SFIOയുടെയും EDയുടെയും നടപടികളെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് രാഷ്ട്രീയ ആയുധം കൂടെ ലഭിക്കുകയാണ്. CPIയുടെ യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ കനത്ത വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സർക്കാരിനും മുഖം രക്ഷിക്കാനും പിണറായിക്ക് തന്നിൽ ചുമത്തപ്പെട്ട അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മകൾക്കും പേരിൽ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് ഒരു ചെറിയൊരു രക്ഷ നേടാനും ആശ്വാസം നേടാനും പറ്റുന്ന ഒരു അവസരമായി ഇത് മാറിയിട്ടുണ്ട്. രാഷ്ട്രീയമായത് വലിയ തോതിൽ കേരളത്തിൽ പ്രതിഫലിക്കാനും ഇടയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രിയം പറഞ്ഞതുപോലെ CPIM ബിനോയ് വിശ്വമൊക്കെ കടുത്ത രീതിയിലാണ് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അപ്പോൾ പിണറായി വിജയനെ എനിക്ക് വന്ന് കാനം രാജേന്ദ്രനും ഇതേ നിലപാട് സ്വീകരിച്ച ഒരാളായിരുന്നു. അതിനുശേഷം ബിനോയ് വിശ്വം കൃത്യമായ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തുന്നു. അതായത് പാർട്ടിക്കകത്തുള്ളവർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ബിനോയ് വിശ്വം വിളിച്ചു പറയാൻ ഒരു മടിയും കാണിക്കുന്നില്ല. കാരണം പിണറായി സർക്കാരല്ല, സർക്കാരാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പിണറായി അല്ല പാർട്ടി എന്ന് CPM കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പിണറായിയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇനി മൂന്നാം തവണ ഒരു ഭരണം, മൂന്നാം തവണയിൽ ഇനിയൊരു ഭരണത്തിലേക്ക് കേരളത്തിൽ CPM വരില്ല എന്ന് CPM-ന് CPIക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ CPM-നാണ് അതിപ്പോഴും മനസ്സിലാവാതെ ഈ എന്താ പറയുക, ഈ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനോടൊപ്പവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആലപ്പുഴയിൽ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ വന്നപ്പോൾ ആ ഭാഗത്തുള്ള ചെറു കച്ചവടക്കാരെ എല്ലാം ഒഴിപ്പിക്കണം. എന്തൊരു അനീതിയാണ് നോക്കണം. ഒരു ദിവസത്തെ ഉപജീവന മാർഗത്തിന് വേണ്ടി പിന്നെന്താ പറയുക, ജീവിതത്തിന് വേണ്ടി വന്ന് കച്ചവടം നടത്തുന്നവരാണ്. ആ ഒരു ദിവസത്തെ പണം കിട്ടിയില്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് അവസ്ഥ, ലോൺ എടുത്തവർ കാണും, ഇപ്പം ദിവസം ലോൺ എടുത്ത് അടയ്ക്കുന്നവർ കാണും. അപ്പം ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പണം കൊണ്ടായിരിക്കും അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. അതിനൊക്കെ തടയിട്ടുകൊണ്ട് പിണറായി വിജയൻ വരുമ്പോൾ ഈ കടകൾ കാണാൻ പാടില്ല. പണ്ട് ഇതേ വിഷയം നമ്മൾ സംസാരിച്ചപ്പോൾ വടേര സുനിൽ സാറ്, നമ്മുടെ ABCയുടെ ഹെഡ് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടംപൊരി വിൽക്കാൻ പാടില്ല, ലഡു വിൽക്കാൻ പാടില്ല, അങ്ങനെ ഒരു നിയമം വന്നു. കാരണം ഉണ്ടംപൊരി എന്ന് പറഞ്ഞാൽ ബോംബാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തെറിയും. അത് ഉണ്ടംപൊരിക്ക് നിരോധനം വന്നു. എനിക്ക് തോന്നുന്നു നന്ദകുമാറേട്ടനാണ് അത് പറഞ്ഞത്, സുനിൽ സാറല്ല, നന്ദകുമാറേട്ടനാണ് പറഞ്ഞത്. ഉണ്ടംപൊരിക്കും ലഡുവിനും ഒക്കെ ഇവിടെ നിരോധനം വന്നു. അതുപോലെയാണ് പിണറായി രാജാവ് പൊതുനിരത്തുകളിൽ ഇറങ്ങുമ്പോൾ ജനങ്ങളെ കാണാൻ പാടില്ല, കച്ചവടം നടത്തുന്നത് കാണാൻ പാടില്ല. അപ്പോൾ ഇത്തരം വലിയൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു തിരിച്ചടി കിട്ടി ഇദ്ദേഹം നന്നാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെയും കോടതി ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഒരിക്കലും ഇദ്ദേഹത്തെ നന്നാവാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. കേന്ദ്ര ഏജൻസികൾ പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഹൈക്കോടതിയല്ല മേൽക്കോടതികളുണ്ട്, കോടതിയുടെ പരിഗണനയ്ക്ക് എല്ലാ വിഷയങ്ങളും വന്നിട്ടില്ല, കൂടുതൽ വാദത്തിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലെത്തുമ്പോൾ ഈ കേസിൻ്റെ കഴമ്പ് എന്താണ് എന്നുള്ളതിനെ പറ്റി, ഇത് പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിന് ശേഷമുള്ള കാര്യങ്ങളാണ്. കഴമ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ കൂടുതൽ വിഷയങ്ങളിലേക്ക്, ഇതിൻ്റെ ഈ ക്രൈമിൻ്റെ ഡെപ്തിലേക്ക്, സാമ്പത്തിക കുറ്റകൃത്യമാണ്, അതിൻ്റെ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ആശ്വാസം തുടർന്നുണ്ടാകണമെന്നില്ല. അതൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും കാത്തിരിക്കാം. വീണയ്ക്ക് ആശ്വാസമാണോ അതോ ഇനി ഹൈക്കോടതിയിൽ നിന്ന് കൂടുതൽ നീതി തേടി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ തേടി മറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ സമീപിക്കുമോ, കേന്ദ്ര സർക്കാർ തന്നെ കോടതിയെ സമീപിക്കുമോ എന്നൊക്കെ ഉള്ളത്? വീണ ക്ഷേത്ര ദർശനം നടത്തിയതിന്റെ ഫലം ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും.